ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ 4 മാസത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമിക്കുന്നുണ്ട്. +2 പാസ്സായതും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് 6 മാസത്തിൽ കുറയാത്ത ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ മലയാളം, ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. അഡോബ് പേജ് മേക്കർ പ്രവൃത്തി പരിചയവും BCA, BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജനുവരി 7 ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നേരിട്ടോ തപാൽ മാർഗമോ അപേക്ഷ നൽകേണ്ടതാണ്. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ന്യൂ മാഹി ഗ്രാമപഞ്ചായത്ത് 3ാം തരം ഓവർസിയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 9 രാവിലെ 10 മണിക്ക് നിങ്ങളുടെ അസൽ രേഖകൾ സഹിതം പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മാങ്ങാട്ടുപറമ്പ് KPA 4ാം ബറ്റാലിയൻ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ കുക്ക് 23, ധോബി 14, സ്വീപ്പർ 7, ബാർബർ 8, വാട്ടർ ക്യാരർ 5 എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ ജനുവരി 4 രാവിലെ 10:30 KPA 4ാം ബറ്റാലിയൻ ആസ്ഥാനത്ത് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. മുൻപരിചയമുള്ളവർ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വകുപ്പുകളിലെ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഹോം ഗാർഡ്സ് വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്കും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഒഴിവുകളിലേക്കും യോഗ്യരായ സ്ത്രീ പുരുഷ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2 വർഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. ആർമി അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് തുടങ്ങിയ സേനകളിൽ നിന്നോ BSF അല്ലെങ്കിൽ CRPF അല്ലെങ്കിൽ CISF അല്ലെങ്കിൽ NSG അല്ലെങ്കിൽ SSB അല്ലെങ്കിൽ ആസാം റൈഫിൾസ് അല്ലെങ്കിൽ ITBF തുടങ്ങിയ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നോ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ഫോറസ്റ്റ്, ജയിൽ, എക്സൈസ് എന്നീ സർവീസുകളിൽ നിന്നും വിരമിച്ച സേനാംഗമായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും നല്ല ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. SSLC പാസ്സായവരുടെ അഭാവത്തിൽ 7ാം ക്ലാസ് പാസ്സായവരെയും പരിഗണിക്കുന്നതാണ്. പ്രായപരിധി 35 മുതൽ 58 വയസ്സ് വരെയാണ്. ജനുവരി 1 മുതൽ 31 വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മലപ്പുറം ജില്ലാ ഫയർ ഓഫീസിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജില്ലാ ഫയർ ഓഫീസിൽ ജനുവരി 31 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നാഗലശ്ശേരി ഗവൺമെൻറ് ITL ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ ട്രേഡുകളിൽ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നതിന് ജനുവരി 3 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ NTC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും, ഇൻഫർമേഷൻ ടെക്നോളജി ICTCM ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും, കൂടാതെ ഇരു വിഭാഗങ്ങളിലും NACയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ 3 വർഷ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ള ഓപ്പൺ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാഗലശ്ശേരി ഗവൺമെൻറ് ITL ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്ദം ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഡെമോൺസ്ട്രേറ്റർ, ട്രേഡ്സ്മാൻ എന്നീ തസ്തികകളിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. ഡെമോൺസ്ട്രേറ്റർ തസ്തികയ്ക്ക് സിവിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ 1ാം ക്ലാസ്സോടെയുള്ള ത്രിവത്സര ഡിപ്ലോമ. ട്രേഡ്സ്മാൻ തസ്തികയ്ക്ക് IT ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ സർവേയർ എന്നിങ്ങനെയാണ് കുറഞ്ഞ യോഗ്യത വരുന്നത്. താല്പര്യമുള്ളവർ ജനുവരി 3 രാവിലെ 9 മണിക്ക് നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ ലീഗൽ അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ LLB ബിരുദവും ബാർ കൗൺസിൽ അംഗത്വവും കോടതി വ്യവഹാരങ്ങളിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡേറ്റയും വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ജനുവരി 10
ksdcsection@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.